ശിവ നിങ്ങളെ അഭിസംബോധന ചെയ്യും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ ഇപ്പോൾ ബാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനും സുരേഷും അയ്യർ സാറൊക്കെ പറയുമ്പോൾ എന്നെ ക്ഷണിച്ച് വന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഇവരൊക്കെ എന്നെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും പറയുന്നതും. പക്ഷെ ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ സോലസിനെ പറ്റി പറയാൻ ഒരവസരം ചോദിച്ച് എനിക്കതിനുള്ളൊരു അവസരം തന്ന് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അത് കേൾക്കാൻ നിങ്ങൾക്ക് 100 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനിടയിൽ സോലസിനെ പറ്റി കേൾക്കാൻ മനസ്സ് കാണിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ്. കാരണം വല്ലപ്പോഴും നമ്മൾ പല ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട്, നമുക്ക് സോലസിനെ പറ്റി പറയാനൊരു സ്പേസ് തരുമോ? അത് പല KGMO, ഗവൺമെന്റ് മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ, ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ അസോസിയേഷൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും ഓക്കെ നമ്മൾ തരാം, സോൾവ് ചെയ്യുന്നത് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞാലും സീരിയസ്ലി അത് ചിലപ്പോൾ ഇങ്ങനെയൊരു വലിയ ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കുന്ന എണ്ണം കൊണ്ടല്ലാതെ ഇരിക്കുന്ന ആളുകളുടെ എന്താ പറയുക വില കൊണ്ട്, ഐ മീൻ നിങ്ങളുടെ സ്ഥാനം കൊണ്ട് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഓഡിയൻസിനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പലപ്പോഴും കിട്ടാറില്ല. ഞാനിങ്ങനെ ശ്രീനിവാസൻ ചേട്ടനോട് ഞാനിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു. സുരേഷിനെ കുട്ടി ഒരു ദിവസം അദ്ദേഹം ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മകൻ അനൂപ് സോലസിൻ്റെ അമേരിക്കയിലുള്ള സോലസിനെ അത്രയധികം സഹായിക്കുന്ന ആളാണ്. ഞാൻ പോയാൽ എപ്പോഴും അവിടെ താമസിക്കാറുള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അങ്ങനെ ഒന്ന് സംസാരിക്കാനൊരു സ്പേസ് തരുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് തന്നു. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വർത്തമാനം പറയാൻ നിൽക്കുന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, മുന്നിലിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി ആദ്യം തന്നെ ഞാൻ പറയട്ടെ. നേരെ മറിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലും ഇൻവൈറ്റഡ് ഗസ്റ്റായിട്ട് നിരന്തരം എല്ലാ ദിവസം എന്ന് പറഞ്ഞ മാതിരി ഞാൻ പോണതാണ്. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്ന പൊസിഷൻ ഉറപ്പായിട്ട് ഞാൻ വളരെ വിനീതമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് സോലസിനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ, സോലസ് ചെയ്യുന്നത് വലിയ രോഗങ്ങളുള്ള കുട്ടികളിനെ അവരുടെ ജീവിതത്തിലുള്ള അവരുടെ ആ ചികിത്സാ കാലയളവിൽ അച്ഛനമ്മമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നിൽക്കുന്നതാണ് സോലസിൻ്റെ പ്രവർത്തനങ്ങൾ. കെയർ ആൻഡ് സപ്പോർട്ട് ഫോർ ചിൽഡ്രൻ വിത്ത് ലോങ് ടേം ഇൽനെസ് എന്നാണ് നമ്മളതിനെ ഒറ്റ വരിയിൽ പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം കുട്ടിക്ക് അസുഖമാവുകയും ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റാതെ അത്രയധികം വേദനിക്കുന്ന അച്ഛനമ്മമാർ അനുഭവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിസ്സഹായത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇങ്ങനെ ഇപ്പോൾ ഒരു സാധാരണ ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരു ബോർഡ് വെച്ചിറങ്ങിയ ആളൊന്നല്ല ഞാൻ. എൻ്റെ ജീവിതത്തിൽ സുരേഷ് പറഞ്ഞ പോലെ എൻ്റെ മകൾക്ക് അസുഖമായി. വളരെ മിടുക്കിയായിട്ടുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ വളരെ മിടുക്കിയായിട്ടുള്ള, കണ്ടാൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി 13 വയസ്സുള്ളപ്പോൾ 9ാം ക്ലാസ് പഠിക്കാൻ 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചു പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് അവൾക്കൊരു പനി വന്ന് ഡോക്ടർ അത് ഡയഗ്നോസ് ചെയ്തത് AML എന്നുള്ള വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ബ്ലഡ് ക്യാൻസർ ആണെന്നാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ടാറ്റ ആശുപത്രിയിലേക്ക്, നമ്മൾ ഇന്ന് ഡയഗ്നോസ് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മൾ ടാറ്റ ആശുപത്രിയിലേക്ക്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് സർവൈവ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാറ്റയിലേക്ക് പോവുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്ലൈറ്റിന്, ഏറ്റവും ഫസ്റ്റ് ഫ്ലൈറ്റിന് അമീർ ഖത്തറിൽ നിന്ന് വരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഡോക്ടറെ അടുത്തേക്ക് നേരെ അപ്പോയിൻമെൻറ്റ് കിട്ടി നമ്മൾ പോകുന്നു. നേരെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നു. അത്രയധികം ഫെസിലിറ്റിയോട് കൂടി മെഡിക്കൽ സയൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യാൻ തയ്യാറായിട്ട്, പണത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട് പോയൊരു കുടുംബം. അതിൻ്റെ കൂടെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരമ്മ നിരന്തരം ടാറ്റ ആശുപത്രിയിൽ ഒരു 3 വർഷം നിന്ന് കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത്രയും വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. അതായത് നാളെ മരിച്ചു പോകുമെന്ന്, നാളെ ജീവിച്ചിരിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരു കുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ പണമില്ലാണ്ട് ഇങ്ങനെ കുളിമുറിയിലൊക്കെ പോയി തലതല്ലി കരയുന്ന നിരവധി 100 കണക്കിന് അച്ഛനമ്മമാരെ ഞാൻ കണ്ടു. അത്ര പേരിയിരിക്കുന്ന സമയത്ത് പോലും ഈ കുട്ടിയുടെ അടുത്തൊന്ന് ഇരുന്ന് ആശ്വസിപ്പിക്കാൻ, ആ കുട്ടീനെ നോക്കാൻ പറ്റാതെ പണത്തിന് വേണ്ടി ഹോപ്പ്ലെസ് ആയിട്ട് ഓടി നടക്കുന്ന അച്ഛനമ്മമാരെ കണ്ടു. പണം ഇല്ലാന്നൊരൊറ്റ കാരണം കൊണ്ട് കുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുന്ന അച്ഛനമ്മമാരെ കണ്ടു. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ വന്ന ഒരു അഡ്മിഷന് വേണ്ടി പോലും പറ്റാത്ത, ചില ദിവസങ്ങളിൽ എഴുതുന്ന ലക്ഷക്കണക്കിന് മരുന്നുകൾ കൊടുക്കാൻ പറ്റാത്ത അച്ഛനമ്മമാരെ കണ്ടു. അങ്ങനെ നിരവധി മനുഷ്യരുടെ ദുഃഖം, അതായത് ക്യാൻസർ വന്നിട്ടുള്ള കുട്ടികളുടെ, ടാറ്റ ആശുപത്രി എന്ന് പറഞ്ഞാൽ ക്യാൻസർ മാത്രമുള്ള ആശുപത്രിയാണ്.
ഒരു ദിവസം 1200 പുതിയ പേഷ്യൻസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് അന്ന് ടാറ്റ ആശുപത്രി ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാൻസർ ഹോസ്പിറ്റലാണ്. അതിൽ കുട്ടികളുടെ വാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയധികം പാഠങ്ങൾ തരുന്നൊരു സ്ഥലമാണ്. അതിൽ നിരന്തരം നിൽക്കേണ്ടി വന്ന ഒരു അമ്മ, ഞാൻ അത്ര വേദനയിലായിരുന്നു, എൻ്റെ മകൾക്ക് അത്ര പ്രശ്നമുണ്ട്, അത്ര പണം വേണം, ജീവൻ കിട്ടുമെന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥയിലും ഞാൻ എത്രയോ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നുള്ള എൻ്റെ ഒരു തോന്നലുണ്ടല്ലോ. അതായത് നമുക്ക് പണമുണ്ട്, നമുക്ക് ഒപ്പം നിൽക്കാൻ ആൾക്കാരുണ്ട്, നമുക്ക് ഡോക്ടർമാരുണ്ട്, നമുക്ക് കണക്ഷൻസ് ഉണ്ട്, നമുക്ക് ബ്ലഡ് കൊടുക്കാനൊക്കെ പറയുമ്പോഴത്തേനും ആളുകൾ വരാനായിട്ട്, അങ്ങനെ ഒരുപാട്. പക്ഷെ പണം ഇല്ലാത്തൊരാൾ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലാത്തത് അത്രയാണ്. ആ ഡിസ്പാരിറ്റി, പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്, ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആണ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചത്. എനിക്ക് അത്ര പെയിനിലായിരുന്നു, ഞാൻ എൻ്റെ കുട്ടിയുടെ ജീവൻ തന്നെ അത്രയും അപകടത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ ആലോചിച്ചത്, ഓക്കെ, ഇനി മറ്റു കുട്ടികളുടെ വിഷമത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ്. അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ആശയവും ഈ പേരും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. സുരേഷ് പറഞ്ഞ പോലെ എനിക്ക് വീട്ടിൽ നിന്നും ഒട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകൾ ഇപ്പോൾ സോലസിനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും, ഓ അങ്ങനെ ഒരു ഹസ്ബൻഡ് കൂടെ നിന്നത് കൊണ്ടാണ്, വീട്ടുകാർ കൂടെ നിന്നോണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിപ്പോന്നാണ് അമീർ പറയുണ്ടായിരുന്നത്. കാരണം അവർ വളരെ റിച്ചാണ്. കുട്ടി ഒരു അത്ര വയ്യാത്തൊരു കുട്ടിയുണ്ട്, അവൾക്ക് അന്ന് ആ സമയമൊക്കെ ആയപ്പോഴത്തേനും കീമോതെറാപ്പി ഒക്കെ കഴിയുമ്പോൾ അവൾ ടോട്ടലി വീൽ ചെയറിലായിരുന്നു, അവളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. അതിനിടയിലാണ് നാട്ടിലത്തെ കുട്ടികളെ നോക്കാൻ പോകുന്നത് എന്നുള്ള സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ എത്ര എതിർപ്പുകൾ വന്നാലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പിന്മാറാൻ തയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ ഈ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് 7 വർഷം ഞാൻ അതിനുവേണ്ടി പഠിച്ച്, എങ്ങനെയാണ് എവിടെയാണോ ഈ കുട്ടികളുള്ളത്, ആ കുട്ടികളുടെ അച്ഛനമ്മമാരുള്ളത്, അവരുടെ ആശുപത്രി ഉള്ളത്, അവരുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്, അവിടേക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പഠിക്കാൻ ഞാൻ 7 വർഷം ചിലവാക്കി. ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിച്ചു. പണം എന്താ പറയുക, സ്വന്തമായിട്ട് വരുമാനമില്ലാത്തൊരു പെണ്ണിന് ചിന്തിക്കാൻ പോലും സാധ്യതയില്ല, ആലോചിക്കാൻ പോലും പെർമിഷൻ ഇല്ലാന്ന് തോന്നിയൊരു കാലമാണ് എനിക്ക്. അങ്ങനെ ഞാൻ എന്നെ 7 വർഷം എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ സോലസ് എന്ന് പറയുന്ന സംഘടന 2007 തുടങ്ങുന്നത്. 2001 ഞാൻ ടാറ്റയിൽ നിന്ന് തിരിച്ചു വരുന്നത്. 98 നമ്മളവിടെ പോകുന്നത്. 1 വന്ന് 2007 വരെ ഞാൻ അതിനു വേണ്ടി ചെലവിട്ട കാലമാണ്. അത് കഴിഞ്ഞ് ഞാനിത് സോലസ് ഉണ്ടാക്കുന്നത് ഒരു 10 കുട്ടികൾക്ക് എന്ന് വിചാരിച്ചിട്ടാണ്. ഏറി വന്നാൽ 30 കുട്ടികൾ, അതിനേക്കാൾ സാധ്യത എനിക്ക് ഒരിക്കലും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ നിരന്തരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻസ്, നിരന്തരം കുട്ടികളെ പറഞ്ഞയക്കുന്നത്, അങ്ങനെ നിരന്തരം നമ്മുടെ കുട്ടികൾ, നമ്മളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം അനുദിനം കൂടി വരികയായിരുന്നു. പക്ഷെ അതിനനുസരിച്ചൊക്കെ തന്നെ സോലസിന് ഒപ്പം പണം ഡൊണേഷൻ തരുന്ന ആൾക്കാരും ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഞാൻ 2008 എനിക്ക് ആദ്യത്തെ ഒരു അവാർഡ് ഇവിടെ കിട്ടുന്നത് രാമകുട്ടിയച്ഛൻ്റെ പേരിലാണ്. ആ അവാർഡ് ഫംഗ്ഷനിൽ സാനുമാഷുണ്ട്. അപ്പൊ എൻ്റെ പാപ്പാടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ സാനുമാഷിന് പറഞ്ഞു, കുട്ടിയെ നമ്മൾ അവാർഡ് കൊടുത്ത് കല്ലും കൂട്ടിലും നിറഞ്ഞ് ഒരു വഴിയിലേക്കാണ് ഇറക്കി വിടുന്നത്, നമ്മൾ കൂടെ ഉണ്ടാവുന്ന സാനുമാഷ് പ്രസംഗിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. അതാണ് സാനുമാഷ് നിരന്തരം പറയാറുള്ളത്. പിന്നെ എനിക്കും മനസ്സിലായ കാര്യം, ഒട്ടും എളുപ്പമുള്ള വഴിയല്ല, അത്ര ടഫാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പിന്മാറിയില്ല, ഒരിക്കലും തളർന്നില്ല, മടുത്തില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ മകൾക്ക് പലപ്പോഴും അസുഖം വളരെ കൂടി പ്രശ്നങ്ങളായി അവൾ ഇടയിൽ നമ്മളെ വിട്ടുപോയി. അങ്ങനെയൊക്കെ ആണെങ്കിലും സോലസ് ഇന്ന് കേരളത്തിൽ 10 സെന്ററുകൾ, 9 ജില്ലയിലെ 10 സെന്ററുകൾ, ഓൾമോസ്റ്റ് എല്ലാ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള കുട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നു. ഏതാണ്ട് ആ 10 കുട്ടികളെന്ന് വിചാരിച്ചെടുത്ത് 7800ഓളം കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ കുറച്ച് കുട്ടികൾ മരിച്ചുപോയി, കുറച്ച് കുട്ടികൾ ഏജ് ഓവറായി. സ്റ്റിൽ നമ്മൾ എല്ലാ മാസവും, ഇപ്പോൾ നമ്മൾ പ്രസന്റ്ലി നമ്മൾ 5600 കുട്ടികളെ മാസം തോറും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് സോലസിന്റെ ഏറ്റവും ഫസ്റ്റ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതായത് ഈ അച്ഛനും അമ്മയും ആശുപത്രിയിൽ നിൽക്കണം. ഇത് 1 ദിവസവും 2 ദിവസവും ക്യാൻസർ മാത്രമല്ല കേട്ടോ, പല രോഗങ്ങളുണ്ട് അതുപോലെയുള്ള. അപ്പൊ ആശുപത്രിയിൽ നിരന്തരം പെട്ടു നിൽക്കണം, ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ ഒരു ഫുഡ് കിറ്റ്, നമ്മുടെ പരിപ്പ്, പയറ്, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു ഫുഡ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ഈ വയ്യാത്ത കുട്ടിയിലേക്ക് കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകാൻ പൈസയില്ല, ടെസ്റ്റിന് പൈസയില്ല, വീട് ഇപ്പോൾ കീമോതെറാപ്പി കഴിഞ്ഞ് വരുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ വീട് ആകെ ചോറ് വലിക്കുന്നതാണെങ്കിൽ പിന്നെയും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി കുട്ടി മരിച്ചു പോകും. അപ്പൊ ഞാൻ എപ്പോഴും ആയിരിക്കും നീവിന് വേണ്ടി നമ്മൾ പുതിയ വീടാണ് എടുത്തത്, പുതിയ കാറാണ് വാങ്ങിയത്.
അവൾക്ക് അത്ര പോലും ഇൻഫെക്ഷൻ ഇല്ലാണ്ട് ആ ഒരു വ്യത്യാസമുണ്ടല്ലോ, നമുക്കത് ഭയങ്കര ഷോക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ ആ വീട് ചോർച്ച മാറ്റാൻ വേണ്ടി അത് ശരിയാക്കി കൊടുക്കാം. ഒരു വാതിൽ ഫ്രണ്ടിലത്തെ ഡോറ് അടയ്ക്കാൻ പറ്റാത്തൊരു വീടാണ്, ഒരു കുഞ്ഞും ഒരു അമ്മയും കൂടി മാത്രം ജീവിക്കുന്നതാണ്, രാത്രി ശരിയല്ലാത്ത ആൾക്കാർ വന്ന് വാതിലുമ്പം മുട്ടുണ്ടെങ്കിൽ ഈ മകന്റെ ഒരു ചോദ്യമുണ്ട്, എന്താ അമ്മ ആൾക്കാർ വാതിലുമ്പം മുട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു വാതിൽ ഒരു സ്റ്റൂളൊക്കെ വെച്ച് അടയ്ക്കാൻ ഇങ്ങനെ വാതിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ അവർക്ക് എന്തൊക്കെ നീഡുണ്ടോ അത് മുഴുവൻ സോഷ്യൽ നീഡ്സിനെ മുഴുവൻ സോളസിനെ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വയ്യാത്ത കുട്ടിയിലേക്ക് എല്ലാ ശ്രദ്ധയും പോകുമ്പോൾ മറ്റ് സിബ്ലിംഗ് ആയിട്ടുള്ള കുട്ടിയുടെ പഠിത്തം നിന്ന് പോകുന്നു, അല്ലെങ്കിൽ പലപ്പോഴും ഇതേ അസുഖത്തിന്റെ സിംറ്റം, പല ജനറ്റിക്കൽ അസുഖങ്ങൾ അതേ സിംറ്റം മറ്റേ കുട്ടിക്ക് ഉണ്ടാവും. ചിലപ്പോൾ കുറേ സീഷേഴ്സ് ഒക്കെ വന്ന് മറ്റേ കുട്ടി ടോട്ടലി ബെഡ് റിഡൺ ആയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയെയും ആദ്യം ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ബെഡ് റിഡൺ ആവാണ്ട് നോക്കാൻ പറ്റും അവർക്ക്. അപ്പൊ അങ്ങനെ സിബ്ലിങ്ങിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ഒബ്ജക്റ്റീവ്. ഫോർത്ത് ഒബ്ജക്റ്റീവ് കുട്ടികളുടെ അമ്മമാർക്ക് ഒരു തൊഴിൽ പദ്ധതി എന്നുള്ളതാണ്. കേരളത്തിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് വളണ്ടിയേഴ്സ് ആണ്. ഈ കുട്ടികളുടെ അച്ഛനമ്മമാരോട് സംസാരിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നത്, അത് ഫയലിൽ രജിസ്റ്റർ ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുന്നത്, ആവശ്യങ്ങൾ മുഴുവൻ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഒരു തരത്തിലും സോളസിന്റെ ട്രസ്റ്റ് ഒന്നും അതിൽ ഇടപെടുന്നില്ല. ആ വളണ്ടിയർക്ക് അതിന്റെ തീരുമാനമെടുക്കാം. എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു വാക്ക്, ഒരു കുഞ്ഞിന്റെ ജീവനാണ് ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ, ഒരു അമ്മയുടെ പ്രാണനാണ്. അതിനോട് ഇടപെടുന്ന പോലെ ഇടപെടണം എന്നാണ്. അത് കൃത്യമായിട്ട് പാലിക്കുന്ന വളണ്ടിയേഴ്സ് ആണ് നമ്മളുടെ അവിടെ ഉള്ളത്. നമുക്ക് വളരെ ചില കൺഫ്യൂഷൻ വരുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യേണ്ടതൊക്കെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ അവരെന്നെ വൗച്ചറിൽ ആ ഫയലിൽ ഞാൻ ഇന്ന് ഒരു കുട്ടിക്ക് ഇത്ര രൂപയുടെ മരുന്ന് കൊടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ആ വാടക കൊടുക്കാണ്ട് 5 മാസമായിട്ട് പ്രശ്നമുണ്ട്, ലാൻഡ് ലോഡ് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്, എന്നാൽ ഒരു 3 മാസത്തെ വാടക കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പുവെക്കാം അവർക്ക്. അത് വൗച്ചറിലും അവർ ഒപ്പിടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് വളരെ മനോഹരമായിട്ട് നടക്കുന്ന ഒരു സംഘടനയാണ് ഇന്ന്. അത്ര ട്രാൻസ്പാരന്റ് ആണ്. ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ 10 കുട്ടികൾക്ക് നിന്ന് തുടങ്ങാൻ വിചാരിക്കുമ്പോൾ ഒരു 30,000 രൂപ എങ്ങനെ ഉണ്ടാക്കുന്ന ആലോചിച്ച് ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്, കുറേ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മളൊരു മാസം 50 ലക്ഷം രൂപയുടെ സപ്പോർട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത്രയൊക്കെ പണം നമ്മളിലേക്ക് വരുന്നുണ്ട് എന്ന് കൂടി പറയണം. അതിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ സോളസ് ഒരു 10-12 വർഷം എത്തിയപ്പോൾ നമ്മൾക്ക് US നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് അവർക്ക് ഇംപ്രസ്ഡ് ആയിട്ട് അവർ പറഞ്ഞു, നമുക്ക് സോളസ് ഇവിടെ തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അവിടെ സോളസ് തുടങ്ങി. അത് സാൻ ഫ്രാൻസിസ്കോയിലാണ് തുടങ്ങിയത്, അനുഭവമുള്ള സ്ഥലത്ത്, സാറിന്റെ മോനൊക്കെ ഉള്ള സ്ഥലത്താണ് തുടങ്ങിയത്. അത് പിന്നെ ഏതാണ്ട് 8 സ്റ്റേറ്റിൽ ഇപ്പോൾ സോളസ് ഉണ്ട്. അവരെല്ലാ വർഷവും ആനുവൽ ബാങ്ക്വറ്റും അങ്ങനെ ഫണ്ട് റേസിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് പണം സ്വരൂപിച്ച് തരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ നമുക്ക് 6 കോടി നമുക്ക് എക്സ്പെൻസിന് 3 കോടി വന്നതും US നിന്നാണ്. അവിടെ വലിയൊരു കോടീശ്വരൻ തരുന്ന പൈസയൊന്നുമല്ല, ചെറുതായി ആളുകൾ തരുന്ന പൈസയാണ്. പല കുട്ടികളും കേക്ക് ബേക്ക് ചെയ്തിട്ടും ടീഷർട്ട് ഡൈ ചെയ്തിട്ടും അങ്ങനെ പല അപ്പുറത്തെ വീട്ടിലെ ലോൺ മൂവ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ $10 പൈസയും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ തരുന്ന പൈസയാണ് സോളസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ബാങ്ക് ഓഫീസേഴ്സിനോടും ബാങ്കിലും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഓഫീസിനുള്ളിലൊക്കെ ഉണ്ടാവുമ്പോഴും സമയപരിമിതിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇന്ന് ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഇത്രയും വിശദമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഇതിനൊരു ചെറിയ വ്യത്യാസം കൂടി പറയാം. നമ്മൾ ക്ലീൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങൾ കേരളം മുഴുവനുണ്ട്. അപ്പോ ഞാനിത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പോയ സ്ഥലം പാലിയേറ്റീവ് കെയർ ആണ്. അപ്പൊ ഞാൻ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് എങ്ങനെയാണ് ഇവർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ അങ്ങനെ അന്നത് ആയി വരുന്നേ ഉള്ളൂ. എത്ര വർഷം മുമ്പാണ്? 17 വർഷമായി സോളസ് തുടങ്ങി കഴിഞ്ഞ് 24 വർഷം മുമ്പാണ് ഞാനിത് പഠിക്കാൻ അവിടെ ചെയ്തത്. പക്ഷെ അന്നൊക്കെ ഞാൻ കണ്ടൊരു കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾക്ക് ഒരിക്കലും പാലിയേറ്റീവ് കെയറിൽ ഒരു അച്ഛനും അമ്മയും വരില്ല. കാരണം അതൊരു ഡിഗ്നിഫൈഡ് ഡെത്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളൊരു സ്റ്റിഗ്മ അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മരണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് കുട്ടികളെ ഒരു അച്ഛനും അമ്മയും കൊണ്ടുപോവില്ല. അപ്പൊ ശരിക്കും പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുന്ന സമയം തൊട്ട് അവരുടെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. റിയലി യൂറോപ്പിൽ പാലിയേറ്റീവ് കെയറിന്റെ കൺസെപ്റ്റ് ഉണ്ടാവുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇവിടേക്ക് അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ ലോകം മുഴുവനും അത് മാറിയിട്ടുണ്ട്, ഒരു ഡിഗ്നിഫൈഡ്. അപ്പൊ ശരിക്കും പാലിയേറ്റീവ് കെയറിന്റെ കൺസെപ്റ്റിലാണ് സോളസ് നടക്കുന്നത്. അപ്പൊ സോളസ് എന്ന് പറഞ്ഞാല് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ഏറ്റവും വലിയ പാലിയേറ്റീവ് കെയറിന്റെ ഗ്രൂപ്പാണ്. നമ്മളിപ്പോ
ഇപ്പോൾ ഇത്ര കാലങ്ങളായിട്ട് പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഗവൺമെന്റിന് ഉണ്ടായ ബോധ്യത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ കുറച്ചുകൂടി ഉഷാറാക്കണമെന്ന് പറഞ്ഞിട്ട് അവര് ചില മീറ്റിങ്ങുകളൊക്കെ വിളിക്കുന്നുണ്ട്. ആ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ ഇൻവൈറ്റഡ് ആണ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം 24 കൊല്ലം മുമ്പ് ഞാൻ ആലോചിച്ചതാണ്, 17 കൊല്ലം മുമ്പ് ഞാൻ തുടങ്ങിയതാണ്, 17 കൊല്ലത്തെ അതിന്റെ. അപ്പൊ നിങ്ങളുടെ ഒരു പാത്ത് ഫൈൻഡർ ആണ്, സോലസ് ഒരു റോൾ മോഡലാണ് എന്ന് അഭിമാനപൂർവ്വം പറയുന്നതിലേക്ക് നമ്മൾക്ക് സോലസിന് വളരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇനിയും കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ പോളിസിയിലേക്ക് ഞാൻ ഒരു അവസാന ഡെവലപ്മെന്റ് ബോർഡ് എന്നൊരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് പോളിസിയിൽ കുറെ മാറ്റങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിലേക്ക് നമ്മൾ ഇവരുടെ ഒരു അഡ്വക്കസി എന്നുള്ള നിലയിൽ നമ്മൾ നീങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഗവൺമെന്റിന്റെ അടുത്ത് ഗ്രാന്റ് മേടിച്ചുകൊണ്ട് സോലസിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഡൊണേഷനോട് മാത്രം ചെയ്യണമെന്നും ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യട്ടെ എന്ന്, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനുഷ്യർ ചെയ്യാം എന്നുള്ള ഒരു നിലപാടിലാണ് സോലസ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇതുവരെയായിട്ടും. വളരെ നന്നായി. ഇപ്പൊ FCRA നമുക്കുണ്ട്, ഫോറിൻ കറൻസി റിസീവ് ചെയ്യാൻ, അമേരിക്കയിൽ നിന്നൊക്കെ പൈസ വരാൻ ഇപ്പൊ മോദി ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് സംഘടനകളുടെ അത് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. 10-20,000 സംഘടനകളുടെ അത് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സോലസിന് അത് ഉണ്ട്. അത് കൃത്യമായിട്ട് തന്നെ സോലസിന്റെ FCRA അത്ര ട്രാൻസ്പാരന്റ് ആണ്. ഒരു വൗച്ചർ പോലും അതിന്റെ റീസൺ ഇല്ലാത്തതില്ല. പിന്നെ അതൊക്കെ വളണ്ടിയേഴ്സ് കൈകാര്യം ചെയ്യുന്നതാണ്. അങ്ങനെ വളരെ നല്ലതായിട്ട് പോകുന്ന സംഘടനയാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഞാൻ ഒരിക്കലും ഡൊണേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഓരോ ജില്ലയിലും സോലസ് ഉണ്ട്, 10 ജില്ലയിലുണ്ട്. ആ ജില്ലയിലൊക്കെ നമുക്ക് ഒരു 200 ആള് 1000 രൂപ തരുന്ന ആളെ കണ്ടെത്താൻ പറ്റിയാൽ നമുക്ക് ഒട്ടും പേടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടി 1,00,000 രൂപ തരുന്ന ഒരു 10 ആളെ ഒരു ജില്ലയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതൊക്കെ ചെറിയ ചെറിയ എഫർട്ടോട് നമുക്ക് പറ്റുന്നതാണ്. അതിനൊരു ശ്രമം സോലസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരോ ഒരു മീറ്റിംഗിൽ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾക്ക് ഈ ഡൊണേഷനെ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഇതൊരു സസ്റ്റൈനബിൾ മോഡലാണോ എന്നൊക്കെ ഒരു മീറ്റിംഗിൽ ഒരാൾ ചോദിച്ചിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതിനെ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ട് ഒരു 50 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാകുന്ന പോലെ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി 50 ലക്ഷം കൊണ്ട് റൺ ചെയ്യിക്കാൻ പറ്റില്ല. സോലസ് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്, നമുക്ക് അതിലേക്ക് പോകാനേ പറ്റില്ല. നമ്മൾക്ക് സസ്റ്റൈനബിൾ ആവാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരോട് ഞാൻ പറഞ്ഞൊരു ഉത്തരം ഇതാണ്: മനുഷ്യരുടെ മനസ്സിലുള്ള സ്നേഹത്തെ നിലനിർത്താൻ പറ്റിയാൽ, കരുണയെ നിലനിർത്താൻ പറ്റിയാൽ, അവർക്ക് മറ്റുള്ളവരോട് ഉള്ള ഒരു കരുതലിനെ നിലനിർത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും സോലസ് സസ്റ്റൈനബിൾ ആകും. ആ കരുണയുള്ള ഒരു സമൂഹം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സ്വാർത്ഥമായിട്ട് നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കാതെ ഒരു കരുണയുള്ള ലോകം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് സോലസിനെ പോലെയുള്ള സംഘടനകൾ സസ്റ്റൈനബിൾ ആയിട്ട് പോകാൻ വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ആ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ജയകുമാർ സാറിനെ പോലെ, സാനുമാഷിനെ പോലെ, ജസ്റ്റിസ് സിരിശങ്കനെ പോലെയുള്ള 10 അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ നമുക്കുണ്ട്. അവരൊന്നും ഒരിക്കലും അങ്ങനത്തെ സംഘടനയിലൊന്നും വന്നിരിക്കില്ല. പക്ഷെ അത്ര നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്താറുള്ളത്. ഇത്ര പറഞ്ഞ് എനിക്ക് നന്ദി പറയാൻ ബാക്കിയില്ലാത്തത്രയ്ക്കും വിനയത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ മീറ്റിങ്ങുകൾ പലതും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അതിൽ ഇത്ര നേരം സോലസിനെ പറ്റി കേൾക്കാൻ തയ്യാറായതൊന്നും ഞാൻ പല ആൾക്കാരോട് പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ള സ്പേസ് സീരിയസ്ലി തന്നിട്ടില്ല. ഇവിടെ ഇപ്പൊ ശ്രീനിവാസൻ സാർ നമുക്ക് സ്പേസ് തന്നു. മാത്രമല്ല, അദ്ദേഹം എന്റെ അന്തസ്സിനെ ഉയർത്താനായിട്ട് എന്നെ ഓണർ ചെയ്യാണ് എന്നുള്ള വാക്ക് കൂടി ഉപയോഗിച്ചിട്ടാണ് എന്നെ ഇവിടെ വിളിച്ചത് എന്നുള്ളതൊക്കെ തന്നെ വലിയ കാര്യമാണ്. നിങ്ങളുടെ മുന്നിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ എൻ്റെ സോലസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ പറച്ചിലുകൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും.